ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. വേറൊരു പരിപാടിയില്ല. കാരണം 2 ഡേയ്സായി ഞാൻ പുറത്തിറങ്ങിയിട്ട്. ഞാൻ അല്ലേന് പോയിട്ട് ഒരു കാർ ട്രിപ്പ് പോയിട്ട് വന്നതിൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫേസ് ബേൺ, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. സോ അതുകൊണ്ട് 2 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തും കുക്കിംഗ് ചെയ്യാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ മുതൽ, വിശന്നിട്ടുള്ളത്. ആ കാർ ട്രിപ്പ് പോയ വന്ന ശേഷം ഇതാണ് എൻ്റെ കോലം. കണ്ടു, എൻ്റെ കൈ നോക്കി എൻ്റെ ഫേസ്. ഇന്നലെ ഇതിനേക്കാളും കൂടുതലുണ്ടായി, പക്ഷേ ഇന്ന് കുറച്ച് വന്നു. ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല, വിഷം. സ്നിക്കേഴ്സ് ഫാനാണ്. ഇതാണ് എൻ്റെ പൂക്കി ഹസ്ബൻഡ്. നോക്ക്, ഒറ്റക്കന്നെ സ്നിക്കേഴ്സും കഴിച്ച്. അത് കഴിഞ്ഞ് ജ്യൂസ്. മഴ ഒന്നല്ല, വൈപ്പറിൽ വെള്ളം ഇട്ടതാ. കാറിൽ പെട്രോൾ ഇല്ല, പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാനെന്തായാലും പോവില്ല. കാരണം ഇവിടെ പോകാനുള്ള ഒരു മൂഡില്ലാത്തായിട്ട് മാറിയിട്ടുണ്ട്. ഫേസ് ഇങ്ങനെ ബേൺ ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്ന ചർച്ച തെറി വിളിച്ച് ഗൈസ്. അത് മണിച്ചിട്ടും ഗുണിച്ചിട്ടും ഒരു പാട്ട് കിട്ടിയില്ല. പണിക്കാരനാണ്, പണിയുണ്ട്. ഇവരെപ്പോഴും നടക്കാത്ത പ്ലാനും കൊണ്ട് വരുത്ത്. കൊറേ പ്ലാനാക്കും. കുറെ ഈ 3 നാള് റീസ്, ആഷ്, നിസാം, ഒരു പ്ലാനും നടക്കൂല, എല്ലാം ഫ്ലോപ്പ്. ഇപ്പൊ വീണ്ടും മൂവിക്കോള്ള പ്ലാൻ ആക്കുന്നുണ്ട്. എനക്കൊന്നുമില്ല നടക്കുന്നുള്ളൂ. ഞാൻ ടൈം പോകില്ല. ചോറ് കഴിക്കാൻ നല്ലോണം ഇങ്ങനെ തോന്നുന്നുണ്ട്, ചോറാണെന്നാണ്. പക്ഷെ 4:10 സമയം. എനിക്ക് ചോറ് കിട്ടുമോന്ന് അറിയില്ല. ചോറ് ഫിഷ് ഫ്രൈ ഒക്കെ തിന്നണമെന്നുണ്ട്. എന്നിട്ടിപ്പോ കഴിക്കാൻ നമ്മളെത്തിയത് കാലിക്കറ്റ് പോയി. കണ്ടാ, പുച്ഛം മാത്രം. ചോറുണ്ടാവും അറിയില്ല കഴിച്ച, എന്നാലും ചോറ് നോക്കട്ടെ പോയിട്ട്. ചോറ് തീർന്ന്, ബിരിയാണി തീർന്ന്, ഒന്നുമില്ല. വെറും ഗീ റൈസ്, ബീഫ്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഓപ്ഷൻ ഇല്ലാത്തപ്പോൾ ഐറ്റംസ് എന്തെങ്കിലും നോക്കി പോകാൻ. കാരണം ഫുഡൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഗൈസ്, ചോറ് ഫിഷ് ഫ്രൈ കഴിക്കാമെന്ന് വെച്ചാൽ ചോറ് ഫിഷ് ഫ്രൈ എല്ലാം ശരി. നെയ്ച്ചോറും ബീഫും എനിക്കുള്ളത് നെയ്ച്ചോറ് ആൻഡ് ബീഫാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കാതെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറേ പേപ്പേഴ്സ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയില്ല, കാരണം ഞാൻ ഉച്ചയോളം കിടന്നുറങ്ങി. 3 മണിയോളം കിടന്നുറങ്ങിയതാണ്. എന്നിട്ട് ഇപ്പോൾ എണീച്ചിട്ട് ലഞ്ച് കഴിക്കാൻ വരുമ്പോൾ ലഞ്ച് സമയം കഴിഞ്ഞു. ഈവനിങ് ചായയും സ്നാക്സും കഴിക്കുന്ന സമയത്ത് ചോറ് കഴിക്കാൻ വന്നു. അന്നേരം നമുക്ക് വേണ്ട ചോറൊന്നുമില്ല ഇവിടെ. വിശന്നിട്ട് കണ്ണാണെന്ന് കഴിച്ചാൽ പാവ റേസ് വർക്കിൻ്റെ ഇടയിൽ ഞാനൊരു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ച് കൊണ്ടുവന്നത്. പാവം എൻ്റെ പൂക്കി. ഞാൻ നിർബന്ധിച്ച് കുടിക്കണതാണ്, കാരണം എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ. ഫുഡ് ഉണ്ടാക്കാൻ റൂമിനുള്ള ഒരു സാധനം ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ വിളിക്കാണ്ട് വേറെ വഴിയില്ലല്ലോ. പൂക്കി ബോയ്, വർക്ക്.
അപ്പോൾ നമ്മളെ ഫുഡ് എത്തി ഗായ്സ്. നമ്മൾ കൂടുതലും വിശക്കുമ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ചൂസ് ചെയ്യുന്ന പ്ലേസാണ് കാലിക്കറ്റ്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ്. നല്ല നാടൻ ഫുഡെല്ലാം കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓവറായിട്ട് കോസ്റ്റ്ലി അല്ല, നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടും അല്ലേ? നല്ല മിച്ചോറും ബീഫും. വിശന്നിട്ട് ഫുഡ് കഴിച്ച് വേറെ ഫുള്ളായി. ചോറിൻ്റെ കൂടെ ചായ. ചോറ് കഴിഞ്ഞ് ഇനി ചായ, അതായത് ലഞ്ചും ഈവനിങ്ങും മിക്സായി. ഫുഡ് കഴിക്കും വരെ വിശന്നിട്ട് ചെയ്യുന്നുണ്ടായിട്ടാ. തിന്നിട്ടാകുമ്പോൾ തിന്നണ്ടായിരുന്നു. എനിക്കായിരുന്നു നല്ല വിശപ്പ്. ബില്ല് കൊടുക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ചൂടെടുത്ത് ചത്തു. ഒരു കോഫി അറിഞ്ഞായിരുന്നു. വിത്തൗട്ട് ഷുഗർ കോഫി കിട്ടി. അപ്പം നമ്മൾ ഫുഡ് അടി കഴിഞ്ഞ് ഗൈസ്. ഇത് ഈവനിങ് ആയിട്ട് ഒരു കോഫി ഇതും കഴിഞ്ഞു. ഞാൻ നേരെ റൂമിലോട്ട്, കാരണം എൻ്റെ വർക്ക് കുറേ പെൻഡിങ് ഉണ്ട്. ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുറേ വർക്ക് പെൻഡിങ് ഉണ്ട് ഇന്നലത്തെ. അപ്പോൾ അതിന്ന് പോയി ചെയ്യണം. ഫുഡടി കഴിഞ്ഞ് ഗൈസ് ഞാൻ വീണ്ടും റൂമിലേക്ക്, ബിക്കോസ് എനിക്ക് വർക്ക് ഉണ്ട് ചെയ്യാൻ. എൻ്റെ വർക്ക് പെൻഡിങ് ആണ്. സോ ഞാൻ റൂമിലേക്ക് എത്തി. റൈസിൻ്റെ പണിക്ക് പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.